ഇതാണ് നമ്മൾ വർക്ക് കഴിച്ച് വെച്ച് നമ്മുടെ പൾസർ. ഇതിനകത്താണ് നമ്മൾ ആ ടാങ്കിൽ ന്യൂ മോഡൽ 150 ആ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്കിറ്റും സംഭവങ്ങളൊക്കെ നമ്മുടെ 220-ൻ്റെ ആ ടൈപ്പ് ലോക്കിറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പുറകിലെ ടൈൽ പാനലാണെങ്കിലും കുറച്ച് ഗ്രാഫിക്സ് കൂടിയ ന്യൂ മോഡൽ പൾസറിൻ്റെ സ്റ്റിക്കർ കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡ് ഉള്ളത് മെറ്റാലിക് ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ ബ്ലാക്ക് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ടാങ്ക് മോണോക്കർ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിൽവർ ഷെയ്ഡാണ്. ഇത് മാറ്റി നമ്മൾ ചെറിയൊരു ഗ്രേ ഷെയ്ഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലാക്കിലേക്ക് ആ ഒരു ഗ്രേ വരുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു എടുപ്പുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ അത് 150 എന്നുള്ള വലിയ രീതിയിൽ തന്നെയുള്ളൊരു സ്റ്റിക്കർ കാണാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വൈസറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ 2 ലൈൻ വിൻഷീൽഡിലേക്കുള്ള സ്റ്റിക്കർ ഉണ്ടാവും. ഇതാണ് നമ്മളുടെ ഈ വർക്കിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് സ്പീഡോമീറ്റർ ഡാമേജ് ആയിരുന്നു, അത് ഫുൾ ഡെഡായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മാറി അത് പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയ മോഡൽ മീറ്ററും അത് ന്യൂ മോഡലിലേക്കാണ്, നമ്മൾ ന്യൂ മോഡലിൻ്റെ മീറ്ററാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ കാണുന്നത് ആകെ 1 കിലോമീറ്റർ അവരെ ടെസ്റ്റ് ചെയ്തത് മാത്രം. പിന്നെ കീയൊക്കെ ഈ ടൈപ്പ് 220 ടൈപ്പ് ഈ ടൈപ്പ് കീ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഹാൻഡിൽ ബാർ സ്വിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോട്ടലി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ വണ്ടിയുടെ ലുക്ക് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം.